DC. അതാണ് അവിടുത്തെ ഹോട്ട് ടോപ്പിക്. DC ഷോർട്സ് ആണെങ്കിലും റീൽസ് ആണെങ്കിലും എവിടെ നോക്കിയാലും DC നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ പോലും DC. സൂപ്പർ ഹീറോസ് ഒന്നും വരില്ല ഈ DC. ഈ പടം എന്തുകൊണ്ട് കാണണം എന്ന് നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാണാത്തവർക്ക് അങ്ങനെ പോണോ ഒന്ന് ചിന്തിച്ചിരിക്കണവരുണ്ടെങ്കിൽ, പ്യുവർ ഫോർ ആൻ അനിരുദ്ധ് കൺസേർട്ട് എന്ന് പറയില്ലേ, ആ സംഭവം. നിങ്ങൾക്ക് അനിരുദ്ധിനെ ഇഷ്ടമാണ്, അനിരുദ്ധിൻ്റെ പാട്ട് ഇഷ്ടമാണ്, അല്ലെങ്കിൽ അനിരുദ്ധിൻ്റെ ഒരു കൺസേർട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഈ പടത്തിന് പോവാം. അതിനുള്ള സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അഫ്കോഴ്സ് അരുൺ മാധേശ്വരൻ നമുക്കറിയാം, എനിക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല, കണ്ടിട്ടുണ്ടാവും. ക്യാപ്റ്റൻ മില്ലർ ആളുടെ പടമാണ്, റോക്കി, ഈ 2 പടമാണ് ഞാൻ ആളെ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആളുടെ ഒരു മൂഡ് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ക്യാപ്റ്റൻ മില്ലർ ആണെങ്കിലും ഒരു സ്ലോ പേസ് പടമാണ്, പക്ഷേ നല്ല നല്ല സീൻസ് ഉണ്ട് പടത്തിൽ, നല്ല സീൻസ് ഉണ്ട്. ഒരു BGM ഇട്ടിട്ട് എങ്ങനെ ആ ഒരു സീനിനെ എലിവേറ്റ് ചെയ്യണമെന്ന് ആൾക്ക് നന്നായിട്ട് അറിയാം. ആ സംഭവം അനിരുദ്ധിന് കിട്ടുമ്പോൾ എന്തായിരിക്കും. ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡയറക്ടറിൻ്റെ കോളായിരിക്കും ലാസ്റ്റ് കോൾ. എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്നുള്ള ആളുടെ മൂഡ് തന്നെയായിരിക്കും. അതിനനുസരിച്ചാണ് എല്ലാവരും വർക്ക് ചെയ്യുക. പക്ഷെ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇന്ന സീനിൽ ഇന്ന സംഭവം വേണമെന്ന് പറഞ്ഞു കൊടുക്കുമല്ലോ, അതിനപ്പുറത്തേക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അനിരുദ്ധ്. നമുക്കങ്ങനെ തോന്നും, അതൊരു സംഭവമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അതാണ് ഈ പടത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. നല്ല തിയേറ്ററിൽ പോകണം, നല്ല സൗണ്ട് സിസ്റ്റമുള്ള നല്ലൊരു കിങ് സൈസ് തിയേറ്ററിൽ പോകാൻ പറ്റുക അത്രയും നല്ലത്. അല്ലെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ളതോ, അല്ലെങ്കിൽ നല്ലൊരു 7.1 ആണെങ്കിലും കുഴപ്പമില്ല, നല്ല തിയേറ്ററിൽ പോകണം, നല്ല ഓഡിയൻസ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഈ പടം വേറെ ലെവലായിട്ട് തോന്നും. പടത്തിന് പല അഭിപ്രായം ഉണ്ടാവും, പല അഭിപ്രായം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കാരണം പടം എന്ന് പറയുമ്പോൾ എല്ലാം കൂടിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഈ BGM ഒക്കെ നിൽക്കണ കാരണം പടം ഗംഭീരമായിട്ട് തോന്നും. പക്ഷേ പടത്തിൽ വയലൻസ് ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. പടത്തിൽ വയലൻസ് ഉണ്ട്, A സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചിന്തിക്കണം. പക്ഷേ OTTയിൽ കണ്ടാലൊന്നും ഈ പടത്തിൻ്റെ ഒരു കിക്ക് കിട്ടില്ലേ, അങ്ങനത്തെ ഒരു പടമല്ല. ഈ രാഗ് ഓഫ് റിവെഞ്ച് ആണെങ്കിലും നമുക്കിങ്ങനെ വെറുതെ ഇരുന്ന് കേൾക്കുമ്പോഴാണെങ്കിലും കിട്ടണൊരു കിക്ക് ഉണ്ടല്ലോ. നമ്മൾ വെറുതെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കേൾക്കുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ വണ്ടിയിലിരുന്ന് കേൾക്കുമ്പോഴാണെങ്കിലും കിട്ടണൊരു സംഭവമുണ്ട്. അതിൻ്റെ ഒരു പീക്ക് സാധനം ഈ പടത്തിൽ 2 വട്ടമാണ് ഈ പടത്തിൽ ഈ സാധനം യൂസ് ചെയ്യണത്. അതൊരു സംഭവമാണ്. അതിന് മാത്രമാണെങ്കിൽ പോവാം. പക്ഷെ അതല്ലാണ്ടുള്ള സംഭവങ്ങളുണ്ട്. ഈ ബൂമ്പാടിക്കൊക്കെ പ്ലേസ് ചെയ്യണ സംഭവമുണ്ട്. സംഭവം ചില സീൻസിനേക്കാളും മുകളിലേക്ക് ഈ BGMs പോകുന്നുണ്ട്. സീൻ അത്രത്തോളം ഇല്ല നമുക്ക് തോന്നും, ഒന്നുമില്ല സീനിൽ അത്രയും പഞ്ചായിട്ടുള്ള ഡയലോഗ്സ് ഇല്ല, പഞ്ചായിട്ടുള്ളൊരു സംഭവം ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നും. അതിൻ്റെ അപ്പുറത്തേക്കാണ് മ്യൂസിക് നിൽക്കണത്. പക്ഷേ ഓൾ ടുഗദർ എല്ലാ മൂഡും വെച്ച് നോക്കുമ്പോൾ സെറ്റാണ്. ഇപ്പോൾ അരുൺ മാധേശ്വരൻ്റെ കണക്ഷനൊന്നും എനിക്കറിയില്ല, പക്ഷേ അരുൺ മാധേശ്വരൻ ഒരു പടം ചെയ്യാൻ തീരുമാനിക്കണം, ലോകേഷിന് നായകനായിട്ട് കിട്ടണം. അപ്പം ലോകേഷിന് നായകനായിട്ട് കിട്ടി കഴിഞ്ഞാൽ അപ്പുറത്ത് ഓട്ടോമാറ്റിക്കലി അനിരുദ്ധ് കിട്ടും. അനിരുദ്ധ് ഉണ്ട്, അല്ലെങ്കിൽ സൺ പിക്ചേഴ്സ് ഉണ്ട്. സൺ പിക്ചേഴ്സ് ഇങ്ങനത്തെ ഒരു മൂഡ് പിടിക്കാത്തതാണ്, അവരിങ്ങനത്തെ ഒരു സംഭവം പിടിക്കാറില്ല. അവർക്ക് ഭയങ്കര മാസ് മസാല അല്ലെങ്കിൽ അത്രയും ഹൈ കൊമേഴ്ഷ്യൽ പടങ്ങളാണ് അവരെടുക്കാറുള്ളത്. ഇത്രയും നാളങ്ങനെ ചെയ്തിരുന്നത്. ഒരു A സർട്ടിഫിക്കറ്റുള്ള ആദ്യമായിട്ട് ഡെബ്യൂ ചെയ്യണ ലോകേഷിൻ്റെ പടം എടുക്കേണ്ട അവർക്കൊരു ആവശ്യമില്ല, പക്ഷേ അവരെടുത്തു. ആ കാരണങ്ങൾ എനിക്ക് തോന്നുന്നു അനിരുദ്ധ് ലോകേഷ്ക്കുള്ള കാരണം തന്നെയാണെന്നാണ് എനിക്ക് തോന്നണേ. അങ്ങനെ ആയിരിക്കും മിക്കവാറും. അപ്പോൾ അത് ഈ പടത്തിലുണ്ട്. ഇപ്പോൾ ലോകേഷാണെങ്കിലും ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്, പക്ഷെ ആൾക്ക് പറ്റിയ സംഭവം, ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. ആളുടെ ഒരു ക്യാരക്ടർ നമുക്കറിയാം, ആളുടെ പടം നമുക്കറിയാം, ആളുടെ മൂഡ് എങ്ങനെയാണെന്നറിയാം. അതിനനുസരിച്ചുള്ളൊരു പടം, ആൾക്ക് ആപ്റ്റായിട്ടുള്ളൊരു ഡെബ്യൂ കിട്ടി. പിന്നെ വാമിക സീനാണ്. വാമിക വരുന്നിടത്തും തൊട്ട് അതിന് ശേഷം നമുക്ക് ഒരു പടം ഇങ്ങനെ പീക്ക് പോണ കാണാം. അതൊരു സംഭവമാണ്. പിന്നെ സഞ്ജനാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു അഡാപ്റ്റേഷനാണ്, നമുക്കറിയാലോ. അപ്പോൾ ദാസ് ചന്ദ്ര അതൊരു നല്ലൊരു അഡാപ്റ്റേഷനാണ്. അപ്പോൾ പടം ഇതാണ്. നിങ്ങൾക്ക് ഒരു പീക്ക്, ഒരു
എന്താ പറയുക ഓഡിയോ ട്രീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ പടത്തിന് പോവാം. അപ്പോൾ അതൊക്കെയാണ് സംഭവം. അതൊക്കെയാണ് ഈ പടം. കണ്ടിട്ടില്ലാത്തവർ കാണാൻ OTT വരാൻ വേണ്ടി കാത്തിരിക്കേണ്ടാത്തൊരു പടമാണ്. നല്ലൊരു പടമാണ്. പക്ഷേ വയലൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ അതൊക്കെയാണ്. ബൈ.